ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അത്താഴം മുതൽ നോമ്പ് തുറ ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി നമ്മൾ അത്താഴത്തിനുള്ള അരി ആട്ടി വെക്കും കേട്ടോ. എന്നിട്ട് അത്താഴത്തിന് നമ്മൾ ഒരു 3:45 നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ട് ഇത് തുറന്നെടുക്കും. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഇപ്പോൾ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ കുരുമുളക് പൊടി ഇല്ലാതെ ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാൻ വെച്ചപ്പോൾ കുറച്ച് കുരുമുളക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉടച്ചെടുക്കാനാണ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സവാള 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്, കറിവേപ്പില. കടുക് ഇവിടെ മൂത്ത മോനും ഇഷ്ടമല്ല കേട്ടോ കടിക്കുന്നത്. അപ്പോൾ ഈ അത്താഴ സമയത്തൊക്കെ കടുക് കടിച്ച് അവനിക്കതൊരു വെറുപ്പ് പോലെയാണ്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 ഗ്ലാസ്. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തലേ ദിവസം നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്താഴത്തിന് എളുപ്പത്തിൽ നമുക്ക് ചൂടോടുക്കന് ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ചത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മല്ലിയില ഇല്ല കേട്ടോ, ഞാൻ മല്ലിയില ഉണ്ടെന്ന് വിചാരിച്ചു, നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് നല്ല കനം കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ തവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് ഇതുപോലെ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3:30-3:45 ആകുമ്പോഴേക്കും വേഗത്തിൽ പൊന്തി കിട്ടും കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ രാവിലെ പൊന്തുള്ളൂ. ഞാൻ 10 മണിക്കാണ് ആട്ടി വെച്ചത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മക്കൾ ഓരോരുത്തർ നീച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീച്ച് വരുന്നവനക്ക് അനുസരിച്ച് ഓരോരുത്തരിന്ന് നമ്മൾ ചുട്ട് അപ്പം തന്നെ ചൂടോടുക്കനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 3 മക്കളാണ്. അപ്പോൾ മൂത്ത ആൾ നീക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ എളുപ്പത്തിൽ നീക്കും. ഇവനെ വിളിച്ച് നമുക്ക് മടുപ്പ് വരും. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് ചായയും ചൂടോടെ കഴിക്കാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ട് നമ്മൾ 9 മണിക്കാണ് കേട്ടോ നീച്ചിട്ടുള്ളത്. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓത്തൊക്കെ കഴിഞ്ഞ് കടന്നിട്ട് വീണ്ടും 9 മണിക്ക് നീച്ച്. അപ്പോൾ കുറച്ച് നന്നാരി, ഒരു 20 രൂപക്കുള്ള നന്നാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1.5 കുപ്പിയാണ് കേട്ടോ. ഇത് 750 കുപ്പിയാണ്. അപ്പോൾ 1 ലിറ്ററോളം വെള്ളമാണ് കേട്ടോ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ തിരുമ്പാനും കുളിക്കാനും പിന്നെ അടിക്കാനും തുടക്കാനൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് തുറന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തുറന്നെടുത്തപ്പോൾ നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി വെന്തും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ വീട് മൊത്തത്തിൽ. എന്നിട്ട് നമ്മളിതൊന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തിരുമ്പിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതൊരു അളന്നെടുക്കുന്നുണ്ട്. 3 കപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 കപ്പിനാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറാക്കി എടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാണ്ട് നമ്മൾ നല്ല അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞ ചുവ വരും. ഇതുപോലെ നല്ലൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നന്നാരി സത്തുണ്ടല്ലോ അതിൻ്റെ ഓരോ കയ്യിൽ ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. മാറി നിന്നിട്ട് വേണം ഒഴിച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ മേത്തേക്ക് തെറിക്കും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കാൻ പറ്റില്ല, ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് തിളച്ച് വരുമ്പോൾ ഇത് അലിഞ്ഞോളും. അപ്പോൾ ഇനി നമ്മൾ 3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ 1 കപ്പ് അധികം നമ്മൾ എടുത്തതാണ് കേട്ടോ. അതൊന്ന് കളറ് കിട്ടാനും നല്ലൊരു ഇതും ഉണ്ടാവും കേട്ടോ. നല്ല കളറുണ്ടാവും. കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തിളക്കുമ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ കുറേശ്ശെ പതയായിട്ട് ഇരിക്കുന്നതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അത് നമ്മുടെ പഞ്ചസാരയിലുള്ള ചളിയാണ്. അപ്പോൾ ഇതിന് അത്രയൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അതൊന്ന് എടുത്ത്
എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. കണ്ടല്ലോ നല്ല കൊഴുപ്പ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറി ഒന്നും കൂടി കൊഴുത്ത് വരും. എന്നിട്ട് നമുക്കിത് ഓഫാക്കിയിട്ട് ചൂടാറാനായി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസും നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നാരങ്ങ നീര് മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോനോളം നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2-3 നാരങ്ങയൊക്കെ ഞാൻ അതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ തികച്ചില്ല. നമ്മളൊരു കപ്പിന് ഇതാ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ 1 കപ്പുണ്ട്, അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കപ്പിന് തന്നെ 3 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു 2 കപ്പ് വെള്ളം. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ പതഞ്ഞ് വരുന്ന പതയ്ക്ക് എടുത്ത് കളയാം. അത് പഞ്ചസാരയുടെ അഴുക്കാണ്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ അതൊന്ന് ഇവിടെ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 3:30 മണിക്കാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സമൂസയാണ് ഇന്ന് കുട്ടികൾ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും 1 സവാളയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ അരയരച്ച ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മറന്നതാണ് ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഞാനൊരു തക്കാളി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് 1/4 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ് അതുകൂടി ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇന്നലെ അത്താഴത്തിന് നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ, ഉരുളൻകിഴങ്ങ് മസാല. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല ഉണ്ടാവുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ വെളുത്തപ്പോൾ ഞാൻ മല്ലിയില വാങ്ങിച്ചെടുത്ത് ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സവാളയാണ് 4 സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് എനിക്ക് പത്തിരി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ മക്കളൊക്കെ പറഞ്ഞ് ബിരിയാണി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അവർ വിചാരം നോമ്പ് അറിഞ്ഞാൽ നല്ലോണം കഴിക്കാൻ പറ്റുന്നതാണ്. നോമ്പ് അറിഞ്ഞാലല്ലേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ നന്നായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച സിറപ്പ് ചൂടാറിയതിന് ശേഷം നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ്. പിന്നെ നമ്മുടെ നന്നാരി സിറപ്പും നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നല്ല കൊഴുത്ത നന്നാരിയാണ്, നല്ല കളറും കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട്. 2ഉം 1.5 ഇത് 1.25 ഇതൊരു 1 ലിറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് 2ന്നും ഓരോ ടീസ്പൂൺ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്ര മതിയാവും. നമുക്കിത് 1 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് 2ഉം കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ അരി റൈസ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നോമ്പിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് മന്തി റൈസ് കുക്കറിൽ മന്തി ബിരിയാണി എല്ലാം അത് ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി അരി ചോറെടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ. മസാല ഉണ്ടാക്കുന്ന വരെയാണ് നമ്മൾ ചോറ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ മസാലയൊക്കെ ഇതിൽ ചേർത്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി എടുക്കുന്നത് നമ്മൾ ഏഷ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തറാവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ 5:30-6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സമൂസയുടെ മിക്സ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ, കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം സമൂസ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അയൽവാസികൾക്കൊക്കെ ഒന്ന് കൊടുക്കും. പിന്നെ ഞാനില്ല ഓരോന്നിനായിട്ട് ഉണ്ടാക്കുള്ളൂ, കഴിക്കൂല. ആദ്യത്തെ ദിവസം ഒരാഴ്ച വരെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് എടുക്കുക ഇങ്ങനെയൊക്കെ കഴിക്കാൻ. ചിലപ്പോൾ 2-3 ദിവസം അത് കഴിഞ്ഞാൽ എണ്ണക്കടികൾക്കൊന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾ വേണ്ടാന്ന് പറയും. പിന്നെ ഒക്കെ കഴിക്കാൻ പിന്നാക്കരിക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറയും, എന്നിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ 6:15 കേട്ടോ. ഇനി നമ്മൾ അവലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഞാൻ ചിരവി ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്, ഞാൻ എടുത്തു വെക്കാൻ മറന്നിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നോമ്പിന് നല്ല തണുപ്പും കിട്ടും. അപ്പോൾ 4 ചെറുപഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഗ്ലാസ് വെച്ചിട്ട്. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പാകത്തിന്. എനിക്ക് കുറച്ച് ലൂസിലാണ് കേട്ടോ ഇഷ്ടമാണ്. ഞാൻ നോമ്പ് തുറന്ന ഒരു ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം ഈ ഒരു വെള്ളമാണ് കേട്ടോ കുടിക്കുക. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സും ശരീരവും ഒക്കെ ഒരു കുളിർമയാണ് കേട്ടോ. ഞാൻ 30 ദിവസം ഇത് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ്. കണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഷേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൂസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഓറിയോ ആണ് കേട്ടോ. ഓറിയോ എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം ഉള്ളതാണ്. അതിലൊരു 6 എണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി 4 എണ്ണം അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട പാൽ 1/2 ലിറ്റർ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓറിയോ ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ ബാങ്ക് എടുക്കാറായി. നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ നിസ്കാരവും തറാവി നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ബിരിയാണി നമ്മൾ തുറന്നെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ഒട്ടും തന്നെ വേവേറി പോകുമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയിൽ വെന്തും കിട്ടും. പക്ഷേ ഒട്ടും വേവേറി പോകില്ല. കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കൊട്ടിയെടുക്കാം ആദ്യം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം നമുക്ക് ഈ റൈസ് കുക്കറിലേക്ക് തന്നെ ആക്കി വെക്കാം കേട്ടോ ബാക്കിയുള്ളത്. പിന്നെ നമ്മൾ അത്താഴത്തിന് മക്കളൊക്കെ ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിക്കുക. അതുകൊണ്ട് ഞാനിത് പകുതി നമ്മൾ ഇപ്പോൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് റൈസ് കുക്കറിലേക്ക് ആക്കി വെക്കും കേട്ടോ. എന്നിട്ട് ചൂട് കൊടുക്കുന്ന അത്താഴത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നോമ്പ് വിശേഷങ്ങൾ, ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ.